ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്റ്ററിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്താവിഷയം നമുക്കൊരു വചനം വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായത്തിൻ്റെ 5, 6, 7, 7 വചനം നമുക്കൊന്ന് വായിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നിനച്ചു കൊടുക്കുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ട് മാറുക. ആമേൻ. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് നമ്മളിവിടെ വായിച്ചത് എന്താണ്? പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. ആമേൻ. സ്തോത്രം. പൂർണ്ണതയോടുകൂടെ എന്ത് ചെയ്യുക? നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിക്കുക, പൂർണ്ണ ശക്തിയോടുകൂടെ സ്നേഹിക്കുക. ആമേൻ. സ്തോത്രം. ഇവിടെ നമ്മൾ എന്താണ് കണ്ടത്? പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ എന്ത് ചെയ്യരുത്? ഊന്നരുത്. ആമേൻ. സ്തോത്രം. നിന്റെ എല്ലാ വഴികളിലും അവനെ നിനച്ചുകൊള്ളും. അപ്പം ഈ ഒരു വചനങ്ങളെല്ലാം നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ നെയിം ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളൊരു വചനമാണ്. നിന്റെ എല്ലാ വഴികളിലും അവനെ നിനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതയെ നേരെയാക്കും. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ വഴികളിലും നമ്മൾ ദൈവത്തെ നനയ്ക്കുന്നുണ്ടോ? എവിടെയൊക്കെ നമുക്ക് പറ്റും, അല്ലെങ്കിൽ എവിടെയൊക്കെ നമ്മളെ കൊണ്ട് ആയിത്തീർക്കും, നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ കഴിയും എന്ന് പല ഇടങ്ങളിലും നമുക്ക് തോന്നിയിട്ടില്ലേ? ആ ഇടങ്ങളിൽ ഒന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല, ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കുന്നുണ്ടോ? ആമേൻ. സ്തോത്രം. പക്ഷെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേൻ. സ്തോത്രം. നമ്മുടെ ഏത് ആവശ്യങ്ങൾക്കും ആമേൻ. സ്തോത്രം. നമ്മുടെ ജോലി കാര്യങ്ങളായിക്കൊള്ളട്ടെ, നമ്മുടെ പഠനങ്ങളായിക്കൊള്ളട്ടെ, അതായത് വിദ്യാഭ്യാസ മേഖലകളിലായിക്കൊള്ളട്ടെ, ആമേൻ. സ്തോത്രം. നിങ്ങളുടെ ഏത് ചെറുതായിക്കോട്ടെ വലുതായിക്കൊള്ളട്ടെ, ഏത് ആവശ്യത്തിലും ആമേൻ. സ്തോത്രം. ഏതു നേരത്തും ആമേൻ. സ്തോത്രം. ദൈവ പൈതൽ എപ്പോഴും എന്തായിരിക്കണം? ദൈവത്തെ ആശ്രയിക്കുന്നവനായി തീരണം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ആശ്രയിക്കുന്നതും ഒന്നുമൊക്കെ നമ്മുടെ ജ്ഞാനത്തിലായിരിക്കും. എനിക്ക് കൂടുതൽ അറിവുണ്ട്, ഇപ്പോൾ ഒരു വിഷയം എടുത്തു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് എനിക്ക് നല്ലൊരു ഐഡിയ ഉണ്ട്. ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണം, ആ ബിസിനസ് തുടങ്ങുമ്പോൾ എന്താണ്, എനിക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ട്, എൻ്റെ ഐഡിയ നടക്കും, ഇന്നപോലെ ചെയ്യുക. ഒരു ചെറിയൊരു കാര്യമായിരിക്കും, ഇപ്പോൾ ഒരു യാത്ര ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു വിവാഹം ആയിക്കോട്ടെ, ഇന്ന ഐഡിയാസ് എൻ്റെ ജീവിതത്തിലുണ്ട്, ഇതൊക്കെ എനിക്ക് നടക്കും. എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പക്ഷേ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന എന്താണെന്നറിയാമോ? നമ്മുടെ ഏത് ചെറുതായിക്കൊള്ളട്ടെ വലിയ കാര്യങ്ങളായിക്കൊള്ളട്ടെ എന്ത് ചെയ്യുക? നീ യഹോവയിൽ ആശ്രയിക്കുക. ആമേൻ. സ്തോത്രം. അപ്പം എത്രയോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തെ ആശ്രയിക്കാതെ വണ്ണം സ്വയം തീരുമാനമെടുത്ത എത്രയൊക്കെയോ, അതായത് ജീവിതത്തിൽ തീരുമാനമെടുത്ത പലയിടത്തും നമ്മൾ തോറ്റുപോയിട്ടില്ലേ? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പല തീരുമാനങ്ങൾ ദൈവത്തെ കൂടാതെ നമ്മൾ എടുത്തിട്ട് അതെല്ലാം അവസാനം ഹല്ലേലൂയ ഏറ്റവും നമ്മൾ തന്നെ അതിൽ കുടുങ്ങിപ്പോയിട്ടില്ലേ? ആമേൻ. സ്തോത്രം. അതിൻ്റെ എല്ലാം എന്താണ്? അതിൽ നിന്നെല്ലാം നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? നമ്മൾ നമ്മുടെ ജ്ഞാനത്തിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെയോ ഒരു കാര്യത്തെക്കുറിച്ച് കുറച്ച് അറിവുണ്ടെങ്കിൽ എന്തൊക്കെയോ തികഞ്ഞവരെ പോലെയാണ് പലപ്പോഴും നമ്മൾ പെരുമാറുന്നത് അല്ലേ? ആമേൻ. സ്തോത്രം. ഈവൻ നമുക്കറിയാം, ശുശ്രൂഷ ചെയ്യുന്നവർ അല്ലെങ്കിൽ ബൈബിളിൽ നിന്ന് പഠിക്കുന്നവർ കുറച്ച് എന്തെങ്കിലും അതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ ആമേൻ. സ്തോത്രം, എനിക്കെല്ലാം അറിയാം എന്നൊരു മട്ടും ഭാവത്തോടു കൂടിയാണ് നമ്മൾ നടക്കുന്നത് അല്ലേ? അങ്ങനെ ഒരു ഭാവം, ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ കൂടുതൽ ദൈവം നമ്മൾ ഉപയോഗിക്കുകയില്ല. ആമേൻ. സ്തോത്രം. യഹോവയുടെ ആത്മാവ്, അതായത് പരിശുദ്ധാത്മാവ് എപ്പോഴും വസിക്കുന്നത് താഴ്മയുള്ള ഒരു ഹൃദയത്തിലാണ്. ആമേൻ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ് താഴ്മയുള്ളൊരു മനോഭാവം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം എന്തുകൊണ്ട് നമുക്ക് താഴാൻ കഴിയുന്നില്ല? നമുക്ക് ഏതാണ്ടുള്ള അറിയാം, അല്ലെങ്കിൽ കുറച്ചൊരു അറിവ് കിട്ടിയാൽ അത് മനുഷ്യനുള്ളൊരു അവൻ്റെ ഒരു നാച്ചുറാണ് അങ്ങനെ. ആമേൻ. സ്തോത്രം. നേച്ചറാണ് അങ്ങനെ അല്ലേ? ഒരു കാര്യം അറിയാമെങ്കിൽ എന്താണ്, അതിനെക്കുറിച്ച് അറിയാം എന്നൊരു മനോഭാവമാണ് മനുഷ്യനിൽ. ആമേൻ. സ്തോത്രം. അവിടെ നമ്മുടെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല ദൈവമക്കളെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ ആരെ എടുത്താലും നമുക്ക് അവിടെ എല്ലാം കാണുന്ന അവരെല്ലാം എന്താണ്? ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം ഇവിടെ നമുക്ക് എന്താണ് കാണുന്നത്? എൻ്റെ 7, നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. ആമേൻ. സ്തോത്രം. ആമേൻ. സ്തോത്രം. എന്തെങ്കിലും ഇപ്പോൾ ഒരു പുകഴ്ച കിട്ടിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ നമുക്ക് തന്നെ തോന്നില്ല, ഞാനൊരു ജ്ഞാനിയാണ്, എനിക്ക് എല്ലാം പറ്റും, എന്നെക്കൊണ്ട് എല്ലാം സാധിക്കുമോ, എനിക്കാണ് ഇതൊക്കെ പറ്റാത്തത്. ആമേൻ. സ്തോത്രം. എനിക്ക് എല്ലാത്തിനെക്കുറിച്ചൊരു ജനറൽ നോളജ് ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ തന്നെ പുകഴ്ത്തുവാനോ? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് തന്നെ ജ്ഞാനിയായി നമ്മൾ തോന്നരുത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ നമുക്ക് അതിൻ്റെ താഴേക്ക് നമുക്ക് കാണാൻ എന്താണ്? യഹോവയെ ഭയപ്പെട്ട്
ദോഷം വിട്ടുമാറുക. ആമേൻ സ്തോത്രം. അപ്പോൾ നമ്മുടെ എല്ലാ വഴികളിലും ആമേൻ സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ഏത് തീരുമാനങ്ങളിലും നിങ്ങളൊന്ന് ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ആമേൻ സ്തോത്രം, ചെറുതായിക്കൊള്ളട്ടെ. ജീവിതത്തിൽ മറ്റുള്ളവർ നോക്കുമ്പോൾ ഈ ഒരു ചെറുതിലാണ് സ്വയം എന്താ നിനക്ക് തീരുമാനം എടുത്തൂടെ എന്ന് ചോദിക്കുക. പക്ഷേ ഒരു ചെറിയ കാര്യത്തിലായിക്കൊള്ളട്ടെ നമ്മൾ തീരുമാനം എടുക്കണ്ട, അത് ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിക്കുക, ദൈവത്തോട് ആലോചനകൾ ചോദിക്കുക. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം സദൃശവാക്യം തന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു വഴി അല്ലെങ്കിൽ ഒരു മനുഷ്യന് തൻ്റെ വഴിയൊക്കെ എന്ത് ചെയ്യാൻ തോന്നും, വെടിപ്പായി തോന്നും. അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്ര. ആമേൻ സ്തോത്ര. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും അതിൻ്റെ ആദ്യമൊക്കെ വളരെ മധുരം പോലെ നമുക്ക് തോന്നും, നമുക്ക് നല്ല സന്തോഷം തരുന്നതായിരിക്കും. ദൈവത്തെ കൂടാതെ നമ്മൾ എടുത്ത തീരുമാനങ്ങൾ, ദൈവത്തെ കൂടാതെ നമ്മൾ എടുത്ത ഓരോ വഴികളും നമുക്ക് ആദ്യം വളരെ ഇതായിട്ട് തോന്നും, വളരെ സന്തോഷമായി തോന്നും. ആമേൻ സ്തോത്രം, എൻ്റെ ജ്ഞാനം കൊണ്ട് ഞാൻ എടുത്തു, ആമേൻ സ്തോത്രം, എന്തായി ഇപ്പോൾ ഒന്നുമില്ല, ഒരു കുഴപ്പവും ഇല്ലെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അതിൻ്റെ അവസാനം എത്തുമ്പോൾ ഉണ്ടല്ലോ ആമേൻ സ്തോത്രം, ദൈവമില്ലാത്ത പാതകൾ ഒരിക്കലും നമുക്ക് നനയ്ക്കുവാൻ കഴിയില്ല. ദൈവമക്കളെ, നമ്മൾ ഒരിക്കലും നമുക്കതിൽ നിന്ന് പുറത്തു വരാതെ വണ്ണം നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ നടുവിൽ കുടുങ്ങിപ്പോവാൻ ഇടയായി തീരും. പക്ഷെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണോ ആമേൻ സ്തോത്രം, അതായത് നമ്മൾ ഓൾറെഡി വേറൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ്. ഒരു യഹോവ ഭക്തൻ എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തിൽ എന്തായിരിക്കും, ആശ്രയിക്കുന്ന വ്യക്തിയായിരിക്കുമെന്ന്, അല്ലേ? ആമേൻ സ്തോത്രം. ഈ ആശ്രയിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണ്, തൻ്റെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം യഹോവയിൽ ആശ്രയിച്ചുകൊണ്ടായിരിക്കും. ആമേൻ സ്തോത്രം. യഹോവയോട് ചോദിക്കുക, അവൻ നമുക്ക് ഉത്തരം അരുളും, വചനങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കും. അപ്പോൾ പലപ്പോഴും നമുക്ക് തോന്നും യഹോവ സംസാരിക്കുമോ? ഉറപ്പായും സംസാരിക്കും. ആമേൻ സ്തോത്ര. ഹല്ലേലൂയ. അതിനു വേണ്ട വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അതിനുവേണ്ടി നമ്മൾ റെഡി ആണെങ്കിൽ, ആമേൻ സ്തോത്ര, ദൈവസന്നിധി മണിക്കൂറുകളോളം ചെലവഴിക്കുന്നുവെങ്കിൽ, ആമേൻ സ്തോത്ര, ദൈവവചനങ്ങൾ നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, ദൈവവചനത്തിലൂടെ ദൈവം നമ്മളോട് എന്ത് ചെയ്യും, സംസാരിക്കും. നമ്മൾ ചോദിക്കുന്ന എന്താണ്, കർത്താവ് ഇന്ന കാര്യങ്ങളുണ്ട്, ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്, അങ്ങ് പറഞ്ഞു തരുന്ന ദൈവം ഒന്നെങ്കിൽ ദർശനങ്ങളിലൂടെ അറിയിക്കും, അല്ലെങ്കിൽ വചനങ്ങളിലൂടെ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കും. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഈ ഒരു വചനമെല്ലാം അതായത് അതിൻ്റെ 6 നിൻ്റെ എല്ലാ വഴികളിലും അവനെ നിരച്ചുകൊള്ളുക, അവൻ നിൻ്റെ പാതയെ നേരെയാക്കും എന്നൊക്കെ നമ്മൾ വീടുകളിലും തൂക്കിയിടുകയും അല്ലെങ്കിൽ അത് ബോർഡാട്ടൊക്കെയും അല്ലെങ്കിൽ നമ്മുടെ ബൈബിളിൻ്റെ അകത്ത് സൂക്ഷിച്ചു വെച്ചാൽ മാത്രം പോരാ ദൈവമക്കളെ. നമ്മുടെ എല്ലാ വഴികളിലും ആമേൻ സ്തോത്ര ദൈവത്തെ നനയ്ക്കുന്നവരായി തീരണം. ദൈവത്തെക്കുറിച്ച് ചിന്തിച്ച് അവൻ ചെയ്ത നന്മകൾക്ക് സ്തോത്രം പറയുന്നവരായി നമ്മൾ തീരണം, നനയ്ക്കണം. ആമേൻ സ്തോത്ര. ഹല്ലേലൂയ. ഒരു 24 അവർ ഉണ്ടെങ്കിൽ, നമ്മുടെ ജോലി സമയത്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഉള്ളം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ദൈവത്തെ നനയ്ക്കാൻ മേലെ, ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചുകൂടെ, ദൈവത്തിൻ്റെ സ്തോത്രം പറഞ്ഞുകൂടെ. ആമേൻ സ്തോത്ര. ഹൃദയങ്ങളെ ആരായുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അല്ലേ? ഹൃദയത്തെ കാണുന്നവനാണ്. ആമേൻ സ്തോത്ര. ഹല്ലേലൂയ. നമുക്കറിയാം, ബൈബിൾ പഠിക്കുമ്പോൾ നെഹെമ്യാവ് എന്ന വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. താൻ പാനപാത്ര വാഹനാണെങ്കിൽ പോലും ആ ജോലി ചെയ്യുന്ന ഇടയ്ക്ക് പോലും യഹോവയോട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയും, അധ്യായങ്ങൾ വായിക്കുമ്പോൾ. ആമേൻ സ്തോത്ര. ഹല്ലേലൂയ. അതുകൊണ്ട് തിരുവചനം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മുടെ വീടുകളിൽ തൂക്കിയാൽ മാത്രം പോരാ. ആമേൻ സ്തോത്രം. അല്ലെങ്കിൽ വീടുകളിൽ അതൊരു ബോർഡ് പോലെ വെച്ചിട്ട് വല്ലപ്പോഴും അതിലേക്ക് നോക്കി ഒരു സ്തോത്രം പറയുവാനല്ല, നമ്മുടെ ഹൃദയമാണ് നമ്മൾ തുറന്നു കൊടുക്കേണ്ട ദൈവവചനത്തിന് വേണ്ടി. ആമേൻ സ്തോത്ര. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ശുഭവചനത്താൽ കവിയണം. ആമേൻ സ്തോത്ര. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചനത്തിൽ നമ്മൾ ഇപ്രകാരമാണ്, നിന്റെ എല്ലാ പാതകളിലും സ്വയം തീരുമാനങ്ങൾ എടുക്കുന്നത് നിർത്തുക. ജീവിതത്തിൽ ഏത് തീരുമാനമാണെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചെടുക്കുക. ആമേൻ സ്തോത്ര. ദൈവത്തോട് ചോദിക്കുക, അവൻ നമ്മുടെ പാതകളെ എന്ത് ചെയ്യും, നേരെയാക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. മറ്റു മനുഷ്യരിൽ ആശ്രയിക്കേണ്ട, നമുക്ക് ആശ്രയിക്കാൻ സർവശക്തനായ യഹോവയുണ്ട്. ആ യഹോവയെങ്കിൽ നമ്മൾ ആശ്രയിക്കുന്നവർ ഒരു നാൾ എന്ത് ചെയ്യത്തില്ല, ലജ്ജിച്ചു പോകുകയില്ല. കാരണം നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ യഹോവ, നമ്മുടെ പാതകൾ അതെന്ത് ചെയ്യത്തില്ല, നേരെയാവത്തില്ല. പക്ഷെ ഇവിടെ എന്താണ് നമ്മൾ വായിച്ചത്, നമ്മുടെ എല്ലാ വഴികളിലും എന്താണ്, ദൈവത്തെ നനയ്ക്കുമ്പോൾ അവൻ നമ്മുടെ പാതകളെ നേരെയാക്കും. കാരണം ആദ്യം അവസാനം അറിയുന്നത് ആർക്കാണ്, സർവശക്തനായ ദൈവത്തിന് മാത്രമാണ്. ആമേൻ സ്തോത്രം. ഒരു വഴിയുടെ ആരംഭം മാത്രമേ നമുക്ക് അറിയുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന ഏത് പുതിയ തുടക്കത്തിനാണെങ്കിലും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ എന്ത് ചെയ്യും, ദൈവം സകലതും അറിയുന്നവനാണല്ലോ. ആമേൻ. സർവജ്ഞാനിയായ ദൈവമാണ് നമ്മുടെ ദൈവം, അല്ലേ? അതുകൊണ്ട് നമ്മുടെ ജ്ഞാനത്തിൽ ആശ്രയിക്കാതെ
കർത്താവിൻ്റെ കാൽ കീഴെ നീ നിന്റെ സകലതും ഏൽപ്പിച്ചു കൊടുക്കുക. ആമേൻ, സ്തോത്രം. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ. ആമേൻ, ആ വചനമൊക്കെ നമ്മൾ എപ്പോഴും വായിക്കുന്നവരാണ്. പക്ഷെ അതിനൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വേണ്ട വിധം ചിന്തിക്കുന്നില്ല. കുശവന്റെ കയ്യിൽ ആ കളിമണ്ണ് എങ്ങനെ ആ ദൈവത്തിന്റെ കരത്തിൽ, അല്ലെങ്കിൽ ആ കുശവന്റെ കയ്യിൽ ചിന്തിച്ചാൽ ആ കയ്യിൽ എങ്ങനെ ഒതുങ്ങിക്കൊടുക്കുന്നുവോ, ആ ഒതുങ്ങിക്കൊടുക്കുന്ന അനുസരിച്ചാണ് അത് പുറത്തു വരുന്നത്. എന്താണ്? ഒരു മാനപാത്രമായി തീരുന്നത്, അല്ലേ? ആ മണ്ണിന് ഒരു പക്ഷേ എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഈ കുശവന്റെ കയ്യിൽ ഒതുങ്ങിക്കൊടുക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് മണ്ണായി മാത്രം ഇരിക്കും, ഒരു കളിമണ്ണ് മാത്രമായി അത് ഇരിക്കും. അങ്ങനെ അത് അവിശേഷിക്കും. അതിനെക്കൊണ്ട് പിന്നെ ആർക്കൊരു ഗുണമില്ലാതെയാവും. ആമേൻ, സ്തോത്രം. അതേസമയം കുശവന്റെ കയ്യിലെ കളിമണ്ണിൽ ഒതുങ്ങിക്കൊടുക്കുന്ന കളിമണ്ണുകൾ എന്ത് ചെയ്യും? ഒരു നല്ലൊരു മാനപാത്രമായി തീരുകയും അത് അനേകർ ഉപയോഗിക്കുവാനും അതിൽ നിന്ന് അനേകർക്കൊരു ഉപയോഗമായി തീരുകയും ചെയ്യും, അല്ലേ? നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ഒതുങ്ങി കൊടുക്കുവാൻ കഴിയുന്നില്ല. ഒന്നെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെയോ ജ്ഞാനമുണ്ട്, അറിവുണ്ട്, ഇന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയും, എൻ്റെ കഴിവും എൻ്റെ പ്രാപ്തി കൊണ്ടാണ് ഞാൻ ഇതൊക്കെ നേടിയെന്നുള്ള ചിന്തകൾ, ഇതൊക്കെ കാരണം കൊണ്ട് നമുക്ക് ഒരിക്കലും ദൈവത്തിൽ പൂർണ്ണമായി നമ്മളെ ഒന്നും ഒതുങ്ങി കൊടുക്കുവാൻ കഴിയുന്നില്ല. ഇപ്പം എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, നമ്മുടെ കഴിവുകളിൽ ആശ്രയിക്കരുത്. നമ്മൾ എടുക്കുന്ന ഈ ഒരു ശ്വാസം ഒരു മിനിറ്റ് അല്ലെങ്കിൽ അതൊന്ന് എന്ത് ചെയ്യാൻ, അതൊന്നും ഇല്ലാണ്ടായി തീർന്നു, ഒന്ന് നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തിനേലും കൊള്ളുവോ? ഇല്ല. അപ്പം നമ്മൾ എടുക്കുന്ന ശ്വാസം പോലും ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ ദയയാണ്. ആ സർവശക്തനിലേക്ക് നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണതയോടുകൂടി ഏൽപ്പിച്ചു കൊടുക്കുക. പകുതി ദൈവത്തിൻ്റെ കയ്യിലും പകുതി നമ്മുടെ കയ്യിലും ഇരുന്ന അവിടെ ഒന്നും സംഭവിക്കാൻ പോവുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ 5 വായിച്ചെന്താണ്? പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. അവിടെ യഹോവയിൽ ആശ്രയിക്കേണ്ടതിന് നമുക്ക് വേണ്ട ഒന്നാണ് എന്ത്? ഒരു പൂർണ്ണ ഹൃദയം. പൂർണ്ണ ഹൃദയം ഉള്ളിടത്തെ ദൈവം പ്രസാദിക്കുകയുള്ളൂ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന ഒരു കഥയാണ്. ആമേൻ, സ്തോത്രം. 2 ഫ്രണ്ട്സ്, ആമേൻ, സ്തോത്രം, 2 കൂട്ടുകാരുണ്ടായിരുന്നു. ഈ 2 കൂട്ടുകാരും വളരെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, അതായത് ഞായറാഴ്ചയാണ്, ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാണ്, ചർച്ചിൽ കടന്നു പോവാണ്. മറ്റു കൂട്ടുകാരൻ പറഞ്ഞു ഞാൻ ഇന്ന് ചർച്ചിനില്ല, ഞാൻ എവിടെ പോവാണ്, മീൻ പിടിക്കാൻ പോവാന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് 2 പേരും അങ്ങനെ പോയി. ഒരു കൂട്ടുകാരൻ ചർച്ചിലും പോയി, ആരാധനയ്ക്കും പോയി, ഒരു കൂട്ടുകാരൻ മീൻ പിടിക്കുന്നിടത്തും പോയി. മീൻ പിടിക്കുന്ന സമയത്ത്, അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ കൂട്ടുകാരൻ മറ്റേ കൂട്ടുകാരനെ കുറിച്ച് ചിന്തിക്കുക. അയ്യോ, അവൻ എന്ത് ചെയ്യാണ്, ആരാധനയ്ക്ക് പോയി, ഇന്ന് ദൈവത്തിൽ നിന്ന് സകല പ്രസാദങ്ങളും വാങ്ങി അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പക്ഷെ ഞാൻ പോയില്ല, ഞാൻ ഈ മീൻ പിടിക്കാൻ വന്നിട്ട് മീൻ പിടിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക. ആ കൂട്ടുകാരൻ എന്താണ്, അനുഗ്രഹം പ്രാപിക്കും, ആ കൂട്ടുകാരൻ ദൈവസന്നിധി ഇരുന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കും എന്ന് ഓർത്തുകൊണ്ട് ഈ കൂട്ടുകാരൻ ഇരുന്നുകൊണ്ട് ചിന്തിക്കുക. എന്നിട്ട് മീനും പിടിച്ചോ ഇല്ല, ഇങ്ങനെ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം മറ്റേ കൂട്ടുകാരൻ എന്താണ്, അതായത് ആരാധനയ്ക്ക് പോയ കൂട്ടുകാരൻ ഈ കൂട്ടുകാരനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ആമേൻ, സ്തോത്രം. ഞാൻ ഇന്നിവിടെ വന്നിരുന്നിട്ട് എന്താണ് അവനിപ്പം വലിയ മീൻ അവന് കിട്ടി. ആമേൻ, സ്തോത്രം. വലിയ ഒത്തിരി മീൻ കിട്ടിക്കാണും, അത് അവൻ വിറ്റു കഴിഞ്ഞാൽ അവന് ഒത്തിരി പൈസ കിട്ടുമായിരിക്കും. ഇങ്ങനെ ഇയാൾ ഇരുന്നുകൊണ്ട് ആ കൂട്ടുകാരൻ മീൻ പിടിക്കുന്ന ആളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. മനസ്സ് മുഴുവൻ അവിടെയാണ്, ജസ്റ്റ് ഒരു ജഡം പോലെ അവിടെ ഇരിക്കുകയാണ് ആരാധിക്കാൻ. ആമേൻ, സ്തോത്രം. ഇവിടെ 2 നമുക്ക് കാണുന്ന എന്താണ്, മനസ്സുണ്ടോ അവിടെ? ഇല്ല. പൂർണ്ണതയുണ്ടോ? പൂർണ്ണ ഹൃദയം അവിടെ കൊടുക്കുന്നുണ്ടോ? മീൻ പിടിക്കുന്നിടത്ത് മീൻ പിടിക്കാൻ പൂർണ്ണ ഹൃദയം ഉണ്ടെങ്കിലാണ് അവിടെ ഒരു റിസൾട്ട് വരത്തുള്ളൂ. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അവിടെ എന്താണ്, ഒരു പൂർണ്ണ ഹൃദയം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് 2 പേർക്കും അല്ലെ അവരുടേതായ രീതി അനുഗ്രഹങ്ങൾ കിട്ടിയാണ് ആയിരിക്കുന്ന ഇടങ്ങളിൽ. അതാണ് ഇവിടെ എല്ലാം നമുക്ക് മനസ്സിലാക്കുന്ന എന്താണ്, നമ്മളിപ്പോൾ ഒരു പ്രസൻറ്റിൽ എവിടെയാണ് അവിടെ നമ്മുടെ ഹൃദയത്തെ കൊണ്ടുവരണം. അത് പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഒന്നെങ്കിൽ നമ്മൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച്, ഇപ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴാണെങ്കിലും കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക. അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഇന്ന് നടന്നതും അങ്ങനെയൊക്കെ നമ്മൾ അങ്ങ് ചിന്തിക്കുകയാണ്. ആമേൻ, സ്തോത്രം. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഉറങ്ങുക, അല്ല, ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് ഉറങ്ങുക. അതായത് ആ ഉറങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തെ പ്രസൻറ്റിലേക്ക് കൊണ്ടുവരിക. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുവാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നെന്നുള്ള ബോധ്യത്തോടു കൂടെ മൈൻഡിനെ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുക.
അപ്പോൾ എവിടെയാണെങ്കിലും നമുക്ക് ഇപ്പോൾ ജോലി കാര്യങ്ങളാണെങ്കിലും സ്തോത്രം നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഒരു പൂർണ്ണ ഹൃദയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ചില ഭാരങ്ങളും നിരാശകളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യത്തില്ല, ഇരിക്കാൻ കഴിയില്ല, പൂർണ്ണതയോടുകൂടെ വരാൻ കഴിയില്ല. അതാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താണ്? നീ ദൈവത്തിൽ ആശ്രയിക്കുക. അവിടെ ദൈവം നമുക്ക് എന്ത് ചെയ്യും? പുത്തൻ ഹൃദയം നൽകും. ഒരു പുത്തൻ ഹൃദയം ദൈവം നമ്മൾ എന്ത് ചെയ്യും? നൽകുവാനിടയായിത്തീരും. അപ്പം നമ്മൾ ഇന്നിവിടെ നമ്മൾ വായിച്ചത് എന്താണ്? പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. നമുക്ക് എന്തൊക്കെയോ വിവേകമുണ്ട്, നമ്മൾ വലിയ ആളാന്നൊക്കെ ചിന്തകൾ മാറ്റുക. കാരണം നമ്മൾ ആശ്രയിക്കുന്നത് നിന്നെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ അരികിലാണ്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ പാതകൾ എപ്പോഴും സക്സസ് ആകണമെങ്കിൽ, ഹല്ലേലൂയ, എന്നെ ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ, അതായത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ, നിങ്ങളുടെ ബിസിനസ്, അതായത് നിങ്ങളായിരിക്കുന്ന ബിസിനസ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ എടുക്കുന്ന ഏത് ജോലി മണ്ഡലങ്ങളിലായിക്കൊള്ളട്ടെ, നിങ്ങളുടെ വിദ്യാഭ്യാസമായിക്കൊള്ളട്ടെ, സ്തോത്രം, നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്കൊരു വിജയം, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്കൊരു വിജയം വേണമെങ്കിൽ ഇന്നു മുതൽ നിങ്ങളൊരു തീരുമാനം എടുക്കുക. ഞാൻ എൻ്റെ ജ്ഞാനത്തിലോ എൻ്റെ അറിവിലോ എൻ്റെ തീരുമാനങ്ങളിലോ ഞാൻ ആശ്രയിക്കുകയില്ല. ദൈവവചനപ്രകാരം, നമുക്ക് അതുകൊണ്ടാണ് ദൈവവചനങ്ങൾ തന്നിരിക്കുന്നത്, അല്ലേ? ഈ വചനപ്രകാരം സ്തോത്രം, ഞാൻ യഹോവയിൽ ആശ്രയിക്കും. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കും. ഞാൻ എവിടെയായിരിക്കുന്നു അവിടെ ഞാൻ എൻ്റെ പൂർണ്ണ ഹൃദയം കൊടുക്കും. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴാണ് അവിടെ ഞാൻ ദൈവസന്നിധി പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ ആ ഉള്ളം കരത്തിൽ ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യും? ഒതുങ്ങിക്കൊടുക്കും. സ്തോത്രം. എൻ്റെ കഴിവിലോ പ്രാപ്തിയിലോ ഞാൻ ആശ്രയിക്കുകയില്ല. ആ ദൈവത്തിൻ്റെ കരത്തിലുള്ള ഞാൻ എന്ത് ചെയ്യും? ദൈവസന്നിധി ഞാൻ എന്നെ തന്നെ ഒതുങ്ങിക്കൊടുക്കുവാനിടയായി തീരണം. ഇങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഓരോ പാതകളെ അറിയുന്ന സ്വർഗമാണ്. സ്തോത്രം. നമ്മുടെ വഴികളിൽ നമ്മളറിയാതെ മറഞ്ഞിരിക്കുന്ന ചില കുഴികളുണ്ട്. സ്തോത്രം. അതിലൊരുപക്ഷെ നമ്മൾ നമ്മുടെ തീരുമാനങ്ങളിൽ ആശ്രയിച്ച നമ്മൾ ആ കുഴിയിൽ വീണുപോകും ദൈവമക്കളെ. പക്ഷെ കർത്താവിൽ നമ്മൾ ആശ്രയിച്ച, അല്ലെങ്കിൽ കർത്താവിൽ നമ്മുടെ ജ്ഞാനത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ പൂർണ്ണതയോടെ ആശ്രയിച്ച നമ്മുടെ വഴിയിൽ എത്ര വലിയ കുഴികളുണ്ടെങ്കിലും അത് ദൈവം എന്ത് ചെയ്തോളും? നോക്കിക്കോളും. നമ്മുടെ കാൽ വഴുതുവാൻ യഹോവ സമ്മതിക്കുകയില്ല, അല്ലേ? സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ഒരു വചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? സംഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ജസ്റ്റ് വായിച്ചു പോകാൻ മാത്രമല്ല ഈ ഒരു വചനം, അത് നമ്മുടെ ഹൃദയത്തിൽ മറിയ സംഗ്രഹിച്ചതുപോലെ നമുക്ക് സംഗ്രഹിക്കാം. ഹല്ലേലൂയ. ആകയാൽ ഈ വചനങ്ങളാ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.